ന്യൂജേഴ്സിയിലെ പ്രശസ്തമായ വിന്റേജ് ഗിറ്റാർ ഷോപ്പായ ലാർക്ക് സ്ട്രീറ്റ് മ്യൂസിക്കലിലാണ് സിനിമയെ വെല്ലുന്ന ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഈ മാസം ആദ്യം കടയിൽ നിന്നും അതീവ വിലപിടിപ്പുള്ള 2 മാൻഡോലിൻസ് മോഷണം പോയിരുന്നു. ഏകദേശം 3 ലക്ഷം രൂപയിലധികം വില വരുന്നതായിരുന്നു ഇവ രണ്ടും. തന്റെ പ്രിയപ്പെട്ട ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട സങ്കടത്തിൽ കടയുടമ BC കെയർ കടയിലെ CCTV ദൃശ്യങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്ന പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലായി മാറി. സോഷ്യൽ മീഡിയയിൽ വാർത്ത പടർന്നതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി മോഷണ വസ്തുക്കൾ കടയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. രാവിലെ കട തുറക്കാനെത്തിയ ഉടമ കണ്ടത് മുൻവാതിലിന് മുന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള 2 വലിയ ഷോപ്പിംഗ് ബാഗുകളാണ്. ആകാംക്ഷയോടെ തുറന്നു നോക്കിയപ്പോൾ നഷ്ടപ്പെട്ട 2 മാൻഡോലിനുകളും കേടുപാടുകൾ കൂടാതെ അതിനുള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഉടമയെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ബാഗിനുള്ളിൽ ഉണ്ടായിരുന്ന കുറിപ്പാണ്. ഒരു പേപ്പറിൽ വടിവൊത്ത അക്ഷരങ്ങളിൽ മോഷ്ടാവ് ഇങ്ങനെ കുറിച്ചിരുന്നു: ക്ഷമിക്കണം, ഞാൻ മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ക്രിസ്തുമസ് ആശംസകൾ, നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്. വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഇടകലർത്തി എഴുതിയ ഈ കുറിപ്പ് കടയുടമ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. താൻ മദ്യലഹരിയിൽ ചെയ്ത തെറ്റാണെന്നും ഉടമയോടുള്ള ബഹുമാനം കാരണമാണ് ഇത് തിരികെ നൽകുന്നതെന്നും മോഷ്ടാവ് കുറിപ്പിലൂടെ പറയാൻ ശ്രമിച്ചു. ക്രിസ്തുമസ് കാലമായതിനാൽ ഈ മടങ്ങിവരവ് തനിക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണെന്ന് ഉടമ പ്രതികരിച്ചു. സാധാരണയായി മോഷണം പോയ ഉപകരണങ്ങൾ തിരികെ ലഭിക്കുന്നത് അത്യപൂർവമാണ്, അതും ഇത്രയും സത്യസന്ധമായ ഒരു കുറിപ്പോടെ. സോഷ്യൽ മീഡിയയിൽ CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ മോഷ്ടാവ് തിരിച്ചറിയപ്പെടുമെന്ന് ഭയന്നിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാകാം ഇയാൾ സാധനങ്ങൾ തിരികെ വെച്ചതെന്ന് കരുതപ്പെടുന്നു. എങ്കിലും ഉടമയോട് കാട്ടിയ ആദരവ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സംഭവം എന്തായാലും ലാർക്ക് സ്ട്രീറ്റ് മ്യൂസിക്കിനെ സംബന്ധിച്ച് ഇതൊരു ഹാപ്പി എൻഡിംഗ് ആണ്. നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ തിരികെ കിട്ടിയതിനാൽ മോഷ്ടാവിനെതിരെ കടുത്ത നടപടികൾ വേണ്ടെന്ന നിലപാടിലാണ് കടയുടമയെന്ന സൂചനയുണ്ട്.